അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി 100 ലിറ്റർ പാലട ലഡു പായസം കേട്ടാ. അപ്പൊ പാലടയിൽ കൂടെ തിരുപ്പതി ലഡുവും കൂടി ചേർത്തുണ്ടാക്കുന്ന ഒരു വെറൈറ്റി പായസം ഉണ്ടാ. അപ്പൊ നമ്മൾ അധികം വൈകിക്കണം, നമുക്ക് നേരെ പരിപാടിയിലേക്ക് പോവാം. കാരണം ഈ സാധനം ഒരു 5-6 മണിക്കൂർ വേണം നമുക്ക് ഉണ്ടാക്കാനായിട്ട്. വെള്ളം കുറച്ചധികം ഒഴിക്കണം, തിളക്കട്ടെ. അങ്ങനെ 8 വർഷത്തിന് ശേഷം നമ്മുടെ ടീഷർട്ടിൻ്റെ ബ്രാൻഡ് മാറി. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇപ്പോഴാണ് ഞാൻ മാറ്റി വന്നിട്ടാ. അപ്പോൾ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ബലാരിയോ. ബലാരിയോ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു പെർഫ്യൂം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല റെസ്പോൺസ് ആയിരുന്നു. ഒരുപാട് ആളുകൾ ബുക്ക് ചെയ്ത് എല്ലാവർക്കും സാധനം അയച്ചു കൊടുത്തിട്ട്. അപ്പോൾ അറിയാത്ത ആളുകൾക്കായിട്ട് വേണ്ടി പറയുകയാണ്, ഇതൊരു യൂണിസെക്സ് പെർഫ്യൂമാണ് നമ്മൾ ലോഞ്ച് ചെയ്തത്. അതേപോലെ തന്നെ 100 ml പെർഫ്യൂമാണ്. ഈ പെർഫ്യൂം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി തരുന്നു. കാരണം നമ്മളിപ്പോൾ കൊടുത്ത ആളുകൾക്ക് നല്ല അഭിപ്രായമാണ്. അതേപോലെ തന്നെ ഈ സാധനം നമ്മൾ ഒരുപാട് ടെസ്റ്റും പരിപാടിയൊക്കെ നടത്തിയിട്ടാണ് നമ്മളത് ലോഞ്ച് ചെയ്ത് തന്നെ കേട്ടോ. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മണമാണ്. അതേപോലെ തന്നെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത, നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത, ഒരു തലവേദന ഇല്ലാത്ത ഒരു അടിപൊളി ഫ്രാഗ്രൻസ് ആണ് ഇത് നിറച്ചിരിക്കുന്നത്. 100 ml പെർഫ്യൂമാണ്, യൂണിസെക്സ് പെർഫ്യൂമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കി. അപ്പോൾ ഇതിൻ്റെ വില എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1999 രൂപയ്ക്കാണ് നമ്മളത് വിൽക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. കാരണം അതൊരു പ്രീമിയം സെഗ്മെൻറ്റിൽ ഇറക്കിയാണ്. ഹൈ ക്വാളിറ്റി ഫ്രാഗ്രൻസും ഹൈ ക്വാളിറ്റി ഓയിലൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു പ്രീമിയമായിട്ട് നമ്മൾ ഇറക്കിയൊരു സാധനമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലോഞ്ചിങ് ഓഫറായിട്ട് നമ്മൾ നമ്മുടെ ചാനലിൻ്റെ VFC143 എന്നൊരു കൂപ്പൺ കോഡ് നിങ്ങൾ ഉപയോഗിക്കേണ്ട 500 രൂപ ഡിസ്കൗണ്ട് ആയി കിട്ടും. അങ്ങനെ 1499 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇതെങ്ങനെ വാങ്ങിക്കും ചോദിച്ചു കഴിഞ്ഞാൽ www.balario.com നിങ്ങൾക്ക് വാങ്ങിക്കാം. അല്ലെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പറോട് കൊടുക്കാം. വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വാട്സപ്പിലൂടെ നമ്മുടെ കുട്ടികൾ റീപ്ലൈ തരും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഗൂഗിൾ പേ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ എല്ലാവരും ആയിരുന്നു വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുമെന്ന് പ്രതീക്ഷയോടെ നമ്മൾ പായസത്തിലേക്ക് പോകുന്നു. അടയിടല്ലേ, അടയിട്ട് ഇളക്കിയിട്ട് മൂടി വയ്ക്കും. 20-25 മിനിറ്റ് ഇരിക്കട്ടെ. നല്ല വെളുത്ത പഞ്ചസാര, കുറച്ച് വെള്ളം ഒഴിക്കാം. പാലൊഴിക്കാം. അങ്ങനെ 100 ലിറ്റർ പാല് നമ്മൾ ഒഴിച്ചിരിക്കാം കേട്ടോ. ഇനി കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം അല്ലേ. ഇനി മധുരം നോക്കിയിട്ട് നമുക്ക് ഇടാം. വെന്തിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകി കോരിയെടുത്ത അട നല്ല കഴുകിയെടുത്താലേ ഇല്ലേ നല്ല മണം കെട്ടപ്പോൾ തന്നെ. ഓക്കെ അല്ലേ. പാലട ഇവിടെ തിളച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു 4-5 മണിക്കൂർ വിടാതെ ഇളക്കണം കേട്ടോ. എന്തായാലും സാധനം ഉണ്ടാകും. അപ്പോൾ അതിലേക്ക് ചേർത്താനുള്ള സ്പെഷ്യൽ സാധനമാണ് തിരുപ്പതി ലഡു, നെയ്യ് ലഡു കേട്ടോ. നെയ്യിലുണ്ടാക്കിയ ലഡുവാണ് ഇത്. തന്നെ നെയ്യിലുണ്ടാക്കിയ ലഡു തന്നെ വേണം. ഇത് ഒറിജിനൽ തിരുപ്പതി ലഡു, പാലക്കാടൻ തിരുപ്പതി ലഡു. ഒറിജിനൽ നല്ല സ്മൂത്തായിരിക്കും. ഒരു മുന്തിരി അണ്ടിപ്പരം എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മണം വല്ലാത്ത മണം ഉണ്ടാകും. എടാ തീ കത്തിക്കണം. ചെറിയ തീ അതിലെ അട റെഡി ആയിത്തോട്ടില്ലേ. നമുക്കിന് മധുരം പരിപാടിച്ചും അതുപോലെ തന്നെ ഒരു വെറൈറ്റി കൊണ്ടല്ലേ. ശുദ്ധമായ നെയ്യ് കുറച്ച് വയ്ക്കല്ലേ. അവിടെ ഇരുന്നോ. ഇത് പാട കെട്ടാത്തിരിക്കണം. ആദ്യം നമുക്ക് ടേസ്റ്റ് നോക്കാം എടുക്കല്ലേ. എന്നിട്ട് ബാക്കി. വാവ്, അടിപൊളി പായസം കേട്ടോ. പാത്രം മാറ്റിയില്ലെങ്കിൽ വലിയ പണി കിട്ടും. ഭയങ്കര മണമല്ലേ. എന്താ കളറല്ലേ. അടയിളകൾ നോക്ക്. ഇങ്ങനെ ഇളകി വരണം കേട്ടാ. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്താ സ്ഥിതി നോക്കാം.
അടിപൊളിട്ടാ. നല്ല ഇതിന്റെ ലഡുവിന്റെ മണമൊക്കെ വേണ്ടി. വാവ്, എങ്ങനെയുണ്ട് മക്കളെ? നല്ല ടേസ്റ്റ്. മധുരം മതിയാ? എനിക്കിതിന് മധുരം കൂടുതലായോ? കറക്റ്റല്ലേ? ഒരു രക്ഷയില്ല മോനെ, അടിപൊളി സാധനം. സാധനം ഒരു രക്ഷയില്ല. ആ ലഡുവിൻ്റെ അല്ലേ, ആ ലഡു ഇട്ടാണ് ശരിക്കും പൊളിച്ചിട്ടാ. ഭയങ്കര ടേസ്റ്റാണ് ലഡുവിൻ്റെ രുചിയും ആ ഒരു എന്താ പറയുക, ആ ഒരു ഫ്ലേവറും മണം ഒരു രക്ഷയില്ല. പായസത്തിൽ ലിറ്റർ കണക്കിനുണ്ട് കേട്ടാ. നമ്മൾ നാട്ടുകാർക്ക് കൊടുക്കാം അല്ലേ? നമ്മുടെ ഒരു 100-150 കുട്ടികൾ അവിടെ ഉണ്ട്. അവർക്ക് ആദ്യം കൊണ്ട് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് അവർ വെച്ച് വരും കേട്ടാ. പോവല്ലേ പോവാ. ഷൂവിന് വരുമ്പോൾ 5 കേട്ടാ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പോളി ഗാർഡൻ എന്ന് പറയുന്ന നമ്മൾ എന്നും വരുന്ന നമ്മുടെ ഓർഫനേജ്, നമ്മുടെ സ്വന്തം ഓർഫനേജ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടാ. നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു 130 കുട്ടികളും പിന്നെ അവരെ നോക്കാനായിട്ട് 10-20 ആളുകൾ, അങ്ങനെ 150 ആളുകൾ ഇവിടെ ഉണ്ട്. ഇത് കുട്ടികളാണ് കേട്ടോ. ശരിക്കും കുട്ടികളെന്ന് പറയാനൊരു കാരണമുണ്ട്. ഇവർക്കൊക്കെ ഈ ഓട്ടിസം പോലുള്ള അസുഖങ്ങൾ ബാധിച്ച് ചെറിയ കുഞ്ഞു മക്കളുടെ ബുദ്ധി അവർക്കുള്ളൂ. അപ്പോൾ ഇവരെ നമ്മൾ കുട്ടികളെന്നാണ് ഇവിടുത്തെ ആളുകളും വിളിക്കുന്നത്, ഞാനും വിളിക്കുന്നത്. കാരണം കുട്ടികളുടെ ഒരു പ്രകൃതമാണ്. നമ്മുടെ മക്കൾ എന്തൊക്കെയാണോ കാണിക്കുക അതെല്ലാം ഇവർ കാണിക്കും. ഇവർ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ ഒരു കാര്യമില്ല, നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നല്ല ആരോഗ്യമുള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇവർക്കൊരു നേരം ഭക്ഷണം കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്ത്രങ്ങളോ, ഇവർക്ക് ഒരുപാട് ചിലവുകളുണ്ട്. മരുന്നുകൾ, വസ്ത്രം, ബ്രഷ്, സോപ്പ്, ചെരുപ്പ് തുടങ്ങിയ എന്താ കുറേ ആളുകൾ നമ്മൾ ചെരുപ്പൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. എങ്കിലും ഈ കുട്ടികൾ എന്തൊക്കെ കാണിക്കുക അതേപോലെ ഇവർ കാണിക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഫംഗ്ഷനോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വിചാരിച്ച കാര്യം നടക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇവരെ കൂടി കാണുക കേട്ടോ. ഇവരെ കൂടി കാണുക, ഇവർക്കുള്ള എന്താ വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ഓണം. ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. എന്നാ ഫുൾ ആക്റ്റീവാണ് കേട്ടോ. ഇവിടെ വന്നാൽ ഭയങ്കര ഒരു അനുഭവമാണ് കേട്ടോ. നമുക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളൊക്കെ വന്ന് നോക്കി കേട്ടോ ഈ കുട്ടികളിലൊക്കെ. അപ്പോൾ എന്തായാലും ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഐഫോണാണ്, ചെറിയ കടയുണ്ടല്ലോ. ഏത് ഫോണാണ് വേണ്ട? ഐഫോൺ കണ്ടാടി. വാച്ച് വേണ്ട? വാച്ച്, ചെരുപ്പ്. ഓക്കെ.